ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിനിയേച്ചർ ആന്തോറിയം നന്നായി ഫ്ലവർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്പുമായിട്ടാണ്. നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചാൽ വീടിനകത്ത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് മിനിയേച്ചർ ആന്തോറിയം. കുറച്ച് നല്ല ഫ്ലവേഴ്സോട് കൂടി നിൽക്കുന്ന ആന്തോറിയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊരു നഴ്സറിയിൽ കണ്ട ചെടികളാണ്, വളരെ ഭംഗിയുള്ള ചെടിയാണ്. അപ്പം നമ്മൾ നഴ്സറിയിൽ നിന്ന് മിനിയേച്ചർ ആന്തോറിയം മേടിക്കുമ്പോൾ എപ്പോഴും 4-5 ചട്ടിയിലാണ് സാധാരണ നമുക്ക് മിനിയേച്ചർ ആന്തോറിയം കിട്ടുന്നത്. നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ നിറച്ച് പൂക്കളോട് കൂടിയായിരിക്കും നമുക്ക് ആ പ്ലാന്റ് കിട്ടുന്നത്. അത് നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഫ്ലവർ പോയി കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ട് ഇതേപോലെ ഫ്ലവർ ചെയ്യാറില്ല. അപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ച ഒരുപാട് ചെടിക്കും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, പിന്നീട് ഫ്ലവർ ഇല്ലാതെ വന്നു. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ പോട്ടിംഗ് മിക്സായിട്ട് ഉപയോഗിച്ചേക്കുന്ന ഇവർ ചകിരിച്ചോറ് മാത്രമാണ്. അപ്പോൾ ഈ ചകിരിച്ചോറ് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിന് നല്ലതല്ല ആന്തോറിയം ഫ്ലവർ ചെയ്യാൻ. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയാൽ ആന്തോറിയം വളരെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ഏറ്റവും നല്ലൊരു ചെടിയാണ്. എന്ത് ഭംഗിയാണ് അതിൻ്റെ പൂക്കളം നിൽക്കുന്ന കണ്ടിട്ട്. പണ്ടുണ്ടായിരുന്ന വലിയ ടൈപ്പ് ആന്തോറിയത്തിനെക്കാട്ടിൽ മിനിയേച്ചർ ആന്തോറിയത്തിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ചെടിയിൽ തന്നെ 5-6 പൂക്കളാണ് നിൽക്കുന്നത്. അപ്പം അതിനുള്ള പോട്ടി മിക്സ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കുറച്ച് പെർലറ്റും കുറച്ച് ചകിരിച്ചോറും അതോടൊപ്പം തന്നെ നല്ല ആറ്റുമണലുണ്ടല്ലോ, നല്ല മണൽ, ഈ മണലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും ചേർക്കാം. കുറച്ച് സാഫ് കൂടെ ഇട്ടാൽ അതിനകത്ത് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. ഇത് 4 കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇൻഡോർ വെക്കുമ്പോൾ എപ്പോഴും വലിയ ചട്ടി വേണ്ട, ചെറിയ ചട്ടി മതി. ആ ചെറിയ ചട്ടിക്കകത്തേക്ക് അടിയിൽ 3-4 ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ മെറ്റലോ എന്തെങ്കിലും സാധനം ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കായിട്ട് നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് നന്നായിട്ട് നിറച്ചെടുക്കാം. അതിനുശേഷം മുകളിലായിട്ടാണ് ചെടി നടേണ്ടത്. ആന്തോറിയം ഓർക്കിഡും ഒക്കെ വേര് ഒരുപാട് താഴേക്ക് പോയി ചെടി വളരാറില്ല. അതിന് എപ്പോഴും എയർ സർക്കുലേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ആന്തോറിയം ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയല്ല. അതിനൊരു 75%ഓളം ഷെയ്ഡ് ആവശ്യമുള്ള ചെടിയാണ്. അപ്പോൾ നമ്മുടെ സൺഷെയ്ഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചെടിയാണ് ആന്തോറിയം. പിന്നെ ആന്തോറിയത്തിന് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ സ്പ്രേ ചെയ്യുന്നതും ഡയറക്റ്റ് ചെടിയുടെ ചുവട്ടിലേക്കല്ല, അതിൻ്റെ ഇലയിലും പൂക്കളിലേക്കും സ്പ്രേ ചെയ്താൽ മതി. ആ വെള്ളം എപ്പോഴും ഇലയിൽ നിന്നും വേരിൽ നിന്നും മാത്രമാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ കുത്തി ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതാണ് ഫ്ലവർ ഉണ്ടാവാനും ചെടി ഹെൽത്തിയായി നിൽക്കാനും ഏറ്റവും നല്ലത്. അപ്പം ഒരു ചെടി മേടിച്ച് വെച്ചാൽ പോലും നമുക്ക് ഹെൽത്തിയായ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഒരുപാട് തൈ അതിൻ്റെ ചുവട്ടിലുണ്ടാവും. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ഒരു പോട്ടിലേക്ക് മാറ്റി നമുക്ക് കൂടുതൽ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വളം എന്ന് പറഞ്ഞ് ജൈവവളം ഒരുപാട് ഇൻഡോർ വെക്കുന്ന മിനിയേച്ചർ ആന്തോറിയത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട. നമുക്ക് ഗ്രീൻ കെയർ ആഴ്ചയിൽ ഒരിക്കൽ ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ കളറൊക്കെ കണ്ടോ, നല്ല മെറൂൺ കളർ, എന്തൊരു ഭംഗിയാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഏകദേശം 1500ഓളം വെറൈറ്റി കൂടുതലുള്ള ആന്തോറിയം ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ വളം സ്പ്രേ ചെയ്യുന്ന പറയാം. അതിനകത്ത് ഗ്രീൻ കെയർ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫ്ലവർ ആവുന്നവരെ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് ഫ്ലവർ ആയി കഴിഞ്ഞാൽ പിന്നെ മാസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരിക്കലും പൂക്കളിൽ വളം സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ഇലയിലും വേരിലും ആണ് പ്രധാനമായിട്ടും നമ്മൾ വളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് ജൈവവളം ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട. നമുക്ക് ഇൻഡോർ വെക്കുന്ന പ്ലാന്റിന് ആഴ്ചയിൽ ഒരിക്കലൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ വേര് അളിഞ്ഞിട്ട് ആന്തോറിയം ചെടി നഷ്ടമാവും. നിറയെ പൂക്കൾ, ഇതേ കണ്ടോ, ഒരു ചെടിയിൽ തന്നെ 10 പൂക്കളൊക്കെ ഉള്ള ചെടിയാണ്. അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പോട്ടിനകത്ത് നമുക്കൊരു മിനിയേച്ചർ ആന്തോറിയം വെച്ച് ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചാൽ വളരെ ഭംഗിയല്ലേ കാണാൻ. അപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെടി വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കും. പിന്നെ എന്തെങ്കിലും ഒരു മാറ്റം, അതായത് ഇത് കണ്ടോ, ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ടൈപ്പിലത്താണ്. ശരിക്കും ഡാർക്ക് മെറൂൺ ആണ്, പക്ഷെ പെട്ടെന്ന് നോക്കിയാൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ തോന്നും. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.